പ്രിയ വിദ്യാർത്ഥികളെ എല്ലാവർക്കും നമസ്കാരം. പ്രപ്പോർഷൻ്റെ ലാസ്റ്റ് ടോപ്പിക്ക്, ഓൾ ചാപ്റ്ററിൻ്റെ ലാസ്റ്റ് ടോപ്പിക്ക്, അങ്ങനെയാണ് നമുക്ക് ഇന്ന് സെറ്റ് ചെയ്യുന്നത്. ഇവിടെ ഈ ടോപ്പിക്കോട് കൂടിയിട്ട് പ്രപ്പോർഷൻ തീർന്നു, അതുപോലെ ഓൾ ചാപ്റ്ററും ഫിനിഷ് ചെയ്തു അല്ലേ. അങ്ങനെ 13 ചാപ്റ്റർ ഫിനിഷ് ചെയ്തു. റിവിഷൻസ് ആണ്. ഓഫ്ലൈനിൽ റിവിഷൻ സ്റ്റാർട്ട് ചെയ്തു. അതേപോലെ തന്നെ നെക്സ്റ്റ് വീക്ക് മുതൽ ഓൺലൈനിൽ റിവിഷൻ സ്റ്റാർട്ട് ചെയ്യും. മെയിൻ ചാപ്റ്റേഴ്സ്, ഹയർ ക്ലാസ്സിലേക്ക് ആവശ്യമുള്ള മെയിൻ കണ്ടൻറ്റ് റിവിഷൻ ചെയ്യുകയാണ് സാധാരണ ചെയ്യുന്നത്. അത് നമുക്ക് സെക്കൻഡ് വോളിയത്തിൽ ഫസ്റ്റ് ചാപ്റ്റർ മുതൽ അങ്ങ് സ്റ്റാർട്ട് ചെയ്യും. ദെൻ ഫെബ്രുവരിയോട് കൂടി മെഗാ ടെസ്റ്റ്, എല്ലാ ടോപ്പിക്കിൻ്റെ ടെസ്റ്റ് പേപ്പേഴ്സും പെൻഡിങ്ങിലുള്ള മെഗാ ടെസ്റ്റ് PDFs എല്ലാം തീർത്ത് മാർച്ച് ലാസ്റ്റ് വീക്ക്, സെക്കൻഡ് വീക്ക് ഓർ തേർഡ് വീക്കോട് കൂടിയിട്ട് ഫൈനൽ എക്സാം 2 80 മാർക്സിൻ്റെ എക്സാംസ് കണ്ടക്ട് ചെയ്യും. അങ്ങനെ ഫിനിഷ് ചെയ്തിട്ട് കറക്റ്റ് ആക്കിയിട്ടാണ് വിടുക. കാരണം ഒരു ടോപ്പിക്ക് പോലും നിങ്ങൾക്ക് മിസ്സാവാൻ പാടില്ല. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്കിനി പഠിക്കാനുള്ളത് പ്രപ്പോർഷനാണ്. പ്രപ്പോർഷനിലെ കോൺസ്റ്റൻസി ഇൻ പ്രപ്പോർഷണാലിറ്റി. സൈഡ് ഹെഡിങ് എഴുതി വെക്കുക, കോൺസ്റ്റൻസി ഇൻ പ്രപ്പോർഷണാലിറ്റി. ഇവിടെ ശ്രദ്ധിക്കുക എല്ലാവരും. കൺസിഡർ ദി സൈഡ് ഓഫ് ദി സ്ക്വയർ. കൺസിഡർ ദി സൈഡ് ഓഫ് ദി സ്ക്വയർ എ. ദെൻ പെരിമീറ്റർ ഈക്വൽ ടു, നമുക്കറിയാം പെരിമീറ്റർ ഓഫ് ദി സ്ക്വയർ എന്താ പഠിച്ചത്? 4a. സൈഡ് ഓഫ് ദി സ്ക്വയർ എ ആണെങ്കിൽ പെരിമീറ്റർ എന്താണ്? 4a. 4 ഇൻറ്റു സൈഡ് 4a. ദെൻ പെരിമീറ്ററും സൈഡുമാണ്. അപ്പോൾ ഞാൻ ഒരു 3 കേസസിൽ ചെയ്യാണ്. സൈഡ്സ്, ഒരു കോളത്തിൽ സൈഡ്സും ഒരു കോളത്തിൽ പെരിമീറ്റേഴ്സും ആക്കിയിട്ട് എഴുതാം. 1 centimeter, 2 centimeter, 3 centimeter. Sides of the square 1 centimeter, 2 centimeter and 3 centimeter. Then perimeter of the square calculate ചെയ്യണം. 1 into 4, 4 into 1 is equal to 4 centimeter. 4 into 2 is equal to 8 centimeter. 4 into 3 is equal to 12 centimeter. Side 1 area perimeter equal to 4 into 1. Side 2 perimeter equal to 4 into 2. Side 3 perimeter equal to 4 into 3. അതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. Then ratio of the sides of square calculate ചെയ്യുക. Ratio of the sides of square എത്രയാ? 1:2:3. Ratio of the sides of the square 1:2:3. Then ratio of their perimeters എത്ര വന്ന്? 4:8:12. 4:8:12. എത്രയാ 4:8:12 വരെ മക്കളെ? പറഞ്ഞാട്ടെ. 1:2:3. ഷോർട്ട് ഫോം എത്രയാ? 1:2:3. അപ്പോൾ സൈഡ്സ് ഓഫ് ദി സ്ക്വയർ ഈസ് പ്രപ്പോർഷണൽ ടു പെരിമീറ്റർ ഓഫ് ദി സ്ക്വയർ അല്ലേ? സൈഡ്സ് ഓഫ് ദി സ്ക്വയർ ഈസ് പ്രപ്പോർഷണൽ ടു പെരിമീറ്റർ ഓഫ് ദി സ്ക്വയർ. അങ്ങനെ വരുന്ന കേസിൽ കോൺസ്റ്റൻറ്റ് ഓഫ് പ്രപ്പോർഷണാലിറ്റി ആരാണ്? 4 ആണ് ഇതിലെ കോൺസ്റ്റൻറ്റ് ഓഫ് പ്രപ്പോർഷണാലിറ്റി. 4-നൊരു ചേഞ്ചും ഇല്ലല്ലോ. 4 into 1 4, 4 into 2 8, 4 into 3 12. Then sides 1 2 3, perimeter 4 8 12. Constant of proportionality is equal to 4. അപ്പോൾ റിപ്പീറ്റഡ് നമ്പർ അല്ലെങ്കിൽ ഒരു കോൺസ്റ്റൻറ്റ് നമ്പർ റിപ്പീറ്റ് ചെയ്ത് വരുന്നു. ദാറ്റ് നമ്പർ ഈസ് കോൾഡ് കോൺസ്റ്റൻറ്റ് ഓഫ് പ്രപ്പോർഷണാലിറ്റി. അടിയിൽ എഴുതി വെക്കുക, ബോക്സിലാക്കി വെക്കേണ്ടതാണ്. The fixed number occurring in the equation of proportional change. Equation of proportional change is called constant of proportionality. Is called constant of proportionality എന്ന് പറയാം. Constant of proportionality എന്ന് പറയാം. ഓക്കെ, അത് ചേഞ്ച് ചെയ്ത് വരുന്ന കോൺസ്റ്റൻറ്റ് നമ്പറിനെയാണ് കോൺസ്റ്റൻറ്റ് ഓഫ് പ്രപ്പോർഷണാലിറ്റി. ഇനി കുറച്ച് ക്വസ്റ്റ്യൻ എഴുതുക. ഫോർ ഈച്ച് പെയർ ഓഫ് ക്വാണ്ടിറ്റീസ് ഗിവൺ ബിലോ, check whether the first is proportional to the second. Check whether the first is proportional to the second. For proportional quantities, calculate the constant of proportionality. For proportional quantities, calculate the constant of proportionality. Constant of proportionality calculate ചെയ്യണം. Sub question 1 എഴുതുക.
ക്വസ്റ്റ്യൻ 1 എഴുതുക. ഏരിയ ആൻഡ് സൈഡ് ഓഫ് ദി സ്ക്വയർ. ഏരിയ ആൻഡ് സൈഡ്സ് ഓഫ് ദി സ്ക്വയർ. ഏരിയ ആൻഡ് സൈഡ് ഓഫ് ദി സ്ക്വയർ. ഏരിയ ആൻഡ് സൈഡ് ഓഫ് ദി സ്ക്വയർ. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കുക, നേരത്തെ പെരിമീറ്റർ ആൻഡ് സൈഡ്സ് പ്രൊപ്പോർഷണൽ ആണെന്ന് പറഞ്ഞു അല്ലേ. പെരിമീറ്റർ ആൻഡ് സൈഡ്സ് ആർ പ്രൊപ്പോർഷണൽ. പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റൻറ്റ് 4 എന്ന് കാൽക്കുലേറ്റ് ചെയ്തു. ഇനി സ്ക്വയറിൻ്റെ കേസിൽ ഏരിയ ആൻഡ് സൈഡ്, ദെൻ സൈഡ് ഓഫ് ദി സ്ക്വയർ എ ആയിട്ട് കൺസിഡർ ചെയ്താൽ ഏരിയ ഈക്വൽ ടു നമുക്കറിയാം എന്താ മക്കൾ, ഏരിയ ഓഫ് ദി സ്ക്വയർ ഈക്വൽ ടു എ സ്ക്വയർ. ദെൻ നേരത്തെ ചെയ്തതുപോലെ സൈഡ് ഒരു കോളത്തിൽ വെച്ചു, ഏരിയാസ് അനദർ കോളത്തിലേക്ക് വെക്കുക. ഒരു 2 കേസിൽ ചെയ്ത് നോക്കുക. സൈഡ് 1 സെൻറ്റിമീറ്റർ, ഏരിയ 1 സ്ക്വയർ 1 സെൻറ്റിമീറ്റർ സ്ക്വയർ. സൈഡ് 2 സെൻറ്റിമീറ്റർ, ഏരിയ 2 സ്ക്വയർ 4 സെൻറ്റിമീറ്റർ സ്ക്വയർ. ഇവിടെ ഫസ്റ്റ് പറയുന്നത് ഏരിയ ആൻഡ് സൈഡാണ്. അപ്പോൾ ഫസ്റ്റ് ക്വാണ്ടിറ്റി ഈസ്റ്റ് സെക്കൻഡ് ക്വാണ്ടിറ്റിയാണ്, പ്രപ്പോർഷനിലാണോ ചെക്ക് ചെയ്യേണ്ടത്. നോക്കുക, ഏരിയ തമ്മിലുള്ള റേഷ്യോ നോക്കൂ. ഏരിയ തമ്മിലുള്ള റേഷ്യോ ഓഫ് ദർ ഏരിയാസ് ഓഫ് സ്ക്വയർ. റേഷ്യോ ഓഫ് ദി ഏരിയാസ് ഓഫ് സ്ക്വയർ 1:4 അല്ലേ, 1:4. ദെൻ റേഷ്യോ ഓഫ് ദി സൈഡ്സ് ഓഫ് ദി സ്ക്വയർ 1:2. അൺഈക്വൽ അല്ലേ? യെസ്, ഇറ്റ് ഈസ് നോട്ട് എ പ്രൊപ്പോർഷൻ. ഇറ്റ് ഈസ് നോട്ട് എ പ്രൊപ്പോർഷൻ. നോക്കൂ, ഏരിയാസ് ഇതിൻ്റെ 2 കേസിൽ ഏരിയാസ് ഓഫ് ദി സ്ക്വയർ 1:4 ആ. സൈഡ് 1 ഏരിയ 1, സൈഡ് 2 ഏരിയ 4. ദെൻ ഏരിയ ഓഫ് ദി സ്ക്വയേഴ്സ് 1:4, ഫസ്റ്റ് സ്ക്വയർ ആൻഡ് സെക്കൻഡ് സ്ക്വയർ. ദെൻ സൈഡ് ഓഫ് ദി സ്ക്വയർ 1:2. ദ റേഷ്യോസ് ആർ നോട്ട് ഈക്വൽ. ഇറ്റ് ഈസ് നോട്ട് പ്രൊപ്പോർഷൻ. അപ്പോൾ അത് പ്രൊപ്പോർഷനിലല്ല, അവിടെ എന്തില്ല, കോൺസ്റ്റൻറ്റ് പ്രൊപ്പോർഷണാലിറ്റി ഇല്ല. ഇൻ കേസ് ഓഫ് പ്രൊപ്പോർഷണൽ ക്വാണ്ടിറ്റീസ് മാത്രമേ കോൺസ്റ്റൻറ്റ് ഓഫ് പ്രൊപ്പോർഷണാലിറ്റി കണ്ടുപിടിക്കേണ്ടതുള്ളൂ. അപ്പോൾ ഇവിടെ ഏരിയാസിൻ്റെ റേഷ്യോ 1:4, സൈഡ് റേഷ്യോ 1:2. ഇറ്റ് ഈസ് നോട്ട് എ പ്രൊപ്പോർഷൻ. സെക്കൻഡ് പ്രോബ്ലം വരുന്നത് പെരിമീറ്റർ ആൻഡ് റേഡിയസ് ഓഫ് സർക്കിൾസ്. പെരിമീറ്റർ ആൻഡ് റേഡിയസ് ഓഫ് സർക്കിൾസ്. ഇവിടെ നോക്കാം, സർക്കിളിൻ്റെ കേസിൽ നമ്മൾ ചെറിയ ക്ലാസ്സിൽ എന്നല്ല, ഞാനിത് തന്നെ പഠിച്ചിട്ടുണ്ട്, സർക്കിൾ മെഷേഴ്സ്. റേഡിയസ് ഓഫ് ദി സർക്കിൾ 6. റേഡിയസ് ഓഫ് ദി സർക്കിൾ 6. പെരിമീറ്റർ എന്താ വരുന്നത്? പെരിമീറ്ററിൻ്റെ ഫോർമുല എന്ന് പറഞ്ഞിട്ടെ മക്കളെ, 2πr. പെരിമീറ്ററിൻ്റെ ഫോർമുല എന്ന് പറഞ്ഞേ 2πr. പെരിമീറ്റർ ഓഫ് ദി സർക്കിൾ 2πr. ഇവിടെ നമുക്ക് 2 കേസിൽ, ഒരു 3 കേസിലിട്ടൊക്കെ ആയി ചെയ്യാം. റേഡിയസ് ഫസ്റ്റ്, പെരിമീറ്റർ സെക്കൻഡ് ആക്കിയിട്ട് എഴുതി അല്ലേ. റേഡിയസ് ഫസ്റ്റ് ക്വാണ്ടിറ്റീസ് ഇവിടെ പറയുന്നത് പെരിമീറ്റർ ആൻഡ് റേഡിയസ് ആണ്. അപ്പോൾ നമുക്ക് റേഷ്യോ എഴുതുമ്പോൾ പെരിമീറ്റർ ഫസ്റ്റ് ആയിട്ട് എഴുതാം. റേഡിയസ് 1 സെൻറ്റിമീറ്റർ, പെരിമീറ്റർ 2π × 1 2π, പെരിമീറ്റർ 2π. ദെൻ റേഡിയസ് 2 സെൻറ്റിമീറ്റർ, പെരിമീറ്റർ 2π × 2 4π. പെരിമീറ്ററിൻ്റെ യൂണിറ്റ് സെൻറ്റിമീറ്റർ തന്നെയാണ് കേട്ടോ. Then radius of the circle 3 centimeter, perimeter 2π × 3 6π centimeter. Radius of the circle first column, perimeter of the circle second column. In case of radius 1 centimeter, perimeter 2πr, 2π × 1 2π. In case of radius 2 centimeter, perimeter 2π × 2 4π. Then 3 centimeter, 2π × 3 6π. Then ratio of their perimeters. Perimeter ratios calculate ചെയ്യുക അല്ലേ. 2π = 4π = 6π. 2π = 4π = 6π. പൈക്കട്ട് ഓൾ ടേംസിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താട്ടെ. 1:2:3. പെരിമീറ്റർ റേഷ്യോ 1:2:3. Then റേഡിയസിൻ്റെ റേഷ്യോ ഓഫ് ദി റേഡിയസ് ഓഫ് ദി സർക്കിൾ 1:2:3. ബോത്ത് റേഷ്യോസ് ഈക്വൽ അല്ലേ. ബോത്ത് റേഷ്യോസ് മീൻസ് പെരിമീറ്റർ ആൻഡ് റേഡിയസ് ആർ പ്രൊപ്പോർഷൻ ആണ് പറയാം അല്ലേ. ദെൻ റേഡിയസ് ഓഫ് ദി സർക്കിൾ ഈസ് പ്രൊപ്പോർഷണൽ ടു പെരിമീറ്റർ ഓഫ് ദി സർക്കിൾ. പെരിമീറ്റർ ഓഫ് ദി സർക്കിൾ ഈസ് പ്രൊപ്പോർഷണൽ ടു റേഡിയസ് ഓഫ് ദി സർക്കിൾ. വാട്ട് ഈസ് ദി പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റൻറ്റ്? 2π is the proportionality constant.
വാട്ട് ഈസ് ദി പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റൻറ്റ്? 2π. നോക്കൂ, 2π ഇൻറ്റു 1 ഫസ്റ്റ് 1 റേഡിയസ്, 2π ഇൻറ്റു 2 4π, 2π ഇൻറ്റു 3 6π. അപ്പോൾ പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റൻറ്റ് 2π എന്നാണ് നമുക്ക് റെപ്രസെൻ്റ് ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, അപ്പോൾ റേഡിയസ് റേഷ്യോ 1:2:3, പെരിമീറ്റർ റേഷ്യോ 1:2:3. ദെൻ പെരിമീറ്റർ ഓഫ് ദി സർക്കിൾ ഈസ് പ്രൊപ്പോർഷണൽ ടു റേഡിയസ് ഓഫ് ദി സർക്കിൾ, ദെയർഫോർ ഇറ്റ് ഈസ് പ്രൊപ്പോർഷണൽ. ദെൻ പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റൻറ്റ് 2π എന്ന് പറയാം. അപ്പോൾ സെക്കൻഡ് കേസ് ഓക്കെ ആണല്ലോ. പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റൻറ്റ് കണ്ടുപിടിക്കാൻ പറയുന്ന കേസ് ഇത്രയേ ഉള്ളൂ, വേറെ വലിയ സംഭവം എന്നുള്ള കാര്യമല്ല കേട്ടോ. തേർഡ് ഒരു പോയിൻറ്റും കൂടി എഴുതി വെക്കുക. ഏരിയ ആൻഡ് റേഡിയസ് ഓഫ് സർക്കിൾ. ഏരിയ ആൻഡ് റേഡിയസ് ഓഫ് സർക്കിൾ. ഏരിയ ആൻഡ് റേഡിയസ് ഓഫ് സർക്കിൾ. നോക്കാം, സർക്കിളിൻ്റെ റേഡിയസ് 6 ആണ്. സർക്കിളിൻ്റെ റേഡിയസ് എന്താണ്? 6. ഏരിയ ഓഫ് സർക്കിൾ നമ്മൾ ചെറിയ ക്ലാസ് പഠിച്ചിട്ടുണ്ട്. ഏരിയ ഓഫ് സർക്കിൾ എന്താണ്? πr². ഏരിയ ഓഫ് ദി സർക്കിൾ ഈക്വൽ ടു πr². ദെൻ നേരത്തെ ചെയ്ത പോലെ കേസസിൽ നോക്കാം. റേഡിയസ് ഒരു കോളത്തിൽ കാണിക്കാം, ഏരിയ ഒരു കോളത്തിൽ 1 സെൻറ്റിമീറ്റർ റേഡിയസ് π ഇൻറ്റു 1² π സെൻറ്റിമീറ്റർ സ്ക്വയർ. ദെൻ റേഡിയസ് 2 സെൻറ്റിമീറ്റർ π ഇൻറ്റു 2² 4π സെൻറ്റിമീറ്റർ സ്ക്വയർ. 2 കേസിൽ മതി അല്ലേ? Then ratio of the perimeters, area, ratio of the areas of the square pi is to 4pi, pi cut ചെയ്തു 1:4. Ratio of the areas of the square 1:4. Then ratio of the sides of the square എത്ര മക്കളെ? 1:2. Ratio of the sides of the square 1:2. അപ്പോൾ നമുക്ക് എന്ത് പറയാം? Ratio of the perimeter areas are not equal to ratio of the radius. Ratio of the radius. It is not a proportion. അതെന്തല്ല? പ്രൊപ്പോർഷണൽ അല്ല അല്ലേ? ഏരിയ ആൻഡ് റേഡിയസ് ഓഫ് ദിസ് സർക്കിൾ ഇറ്റ് ഈസ് നോട്ട് എ പ്രൊപ്പോർഷൻ. ഏരിയാസും റേഡിയസും തമ്മിൽ പ്രൊപ്പോർഷണൽ അല്ല. പെരിമീറ്റർ ആൻഡ് റേഡിയസ് പ്രൊപ്പോർഷനിലാണ്. പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റൻ്റ് അവിടെ 2π ആണ്. പ്രൊപ്പോർഷണൽ അല്ലാത്തതിന് നോട്ട് എ പ്രൊപ്പോർഷൻ, അതിനെന്തില്ല? കോൺസ്റ്റൻ്റ് ഓഫ് പ്രൊപ്പോർഷണാലിറ്റി കാണേണ്ട ആവശ്യമില്ല. പ്രൊപ്പോർഷണലാണെങ്കിൽ മാത്രം മതി കോൺസ്റ്റൻ്റ് ഓഫ് പ്രൊപ്പോർഷണാലിറ്റി. ഓക്കെ, അപ്പോൾ കറക്റ്റ് ശ്രദ്ധിക്കുക. ഇതാണ് ചെറിയൊരു ടോപ്പിക്ക്, കോൺസ്റ്റൻസി ഇൻ പ്രൊപ്പോർഷണാലിറ്റി. കോൺസ്റ്റൻസി ഇൻ പ്രൊപ്പോർഷണാലിറ്റി. ഓക്കെ, ഇനി അടുത്ത ചെറിയൊരു സൈഡ് ഹെഡിങ് എഴുതി വെക്കുക. ഡിഫറൻറ്റ് പ്രൊപ്പോർഷൻ. ഡിഫറൻറ്റ് പ്രൊപ്പോർഷൻ എന്ന് ചെറിയൊരു ടോപ്പിക് എഴുതി വെക്കുക. ദെൻ ഇൻ എ പ്രൊപ്പോർഷൻ നമുക്കറിയാം 2 ratios, equality of 2 ratios are called proportion. Then proportions as divided into 2 types, direct proportion and inverse proportion. Then 2 quantities x and y. Then x quantity increases, therefore y quantity become increases. That is direct proportion. Then x quantity increases and y quantity decreases. That is called inverse proportion. 2 കേസാണ്. ആ 2 കേസിൽ ഒന്ന് ഇൻക്രീസ് ചെയ്യുമ്പോൾ മറ്റേ ക്വാണ്ടിറ്റി ഇൻക്രീസ് ചെയ്യുന്നതാണ് ഡയറക്റ്റ് വേ. ഡയറക്റ്റ് വേയിൽ ഇങ്ങനെ പോവുക. ഒരു ക്വാണ്ടിറ്റി ഇൻക്രീസ് ചെയ്യുമ്പോൾ മറ്റൊരു ക്വാണ്ടിറ്റി ഡിക്രീസ് ചെയ്യുന്ന ഓപ്പോസിറ്റ് കേസിൽ പോകുന്നതാണ് ഇൻവേഴ്സ് പ്രൊപ്പോർഷനിൽ പറയുന്നത്. അടിയിലൊരു പോയിൻ്റ് ആക്കി എഴുതി വെച്ചേക്കുക. അടുത്ത ഒരു നോട്ടായിട്ടല്ല, ഒരു ചെറിയൊരു പോയിൻ്റ് ആക്കി എഴുതി വെക്കുക. ഡയറക്റ്റ് പ്രൊപ്പോർഷൻ. ഡയറക്റ്റ് പ്രൊപ്പോർഷൻ. The 2 quantities x and y, 2 quantities x and y are said to vary in direct proportion as are said to vary, vary, said to vary in direct proportion if x by y is equal to k. X by y is equal to k, where k is constant, where k is a constant, where k is a constant. അപ്പോൾ ഡയറക്റ്റ് പ്രൊപ്പോർഷനിൽ 2 ക്വാണ്ടിറ്റീസ് എക്സ് ബൈ വൈ ചെയ്തിട്ട് ഒരു കോൺസ്റ്റൻറ്റ് നമ്പറാണ് കിട്ടുന്നതെങ്കിൽ ഇറ്റ് ഈസ് കോൾഡ് ഡയറക്റ്റ് പ്രൊപ്പോർഷൻ. അടുത്ത ലൈനിൽ സൈഡ് ഹെഡിങ് ആയിട്ട് എഴുതി വെക്കുക ഇൻവേഴ്സ് പ്രൊപ്പോർഷൻ. ഇൻവേഴ്സ് പ്രൊപ്പോർഷൻ എഴുതി വെക്കുക. ഇൻവേഴ്സ് പ്രൊപ്പോർഷൻ. 2 quantities x and y are said to vary in inverse proportion
are said to vary in inverse proportion. X into y is equal to k. X into y is equal to k, where k is a constant. അത് രണ്ട് ക്വാണ്ടിറ്റീസ് പ്രൊഡക്റ്റ് ചെയ്താൽ കോൺസ്റ്റൻറ്റ് കിട്ടുകയാണെങ്കിൽ ഇറ്റ് ഈസ് എ ഇൻവേഴ്സ് പ്രപ്പോർഷൻ എന്ന് പറയും. ചെറിയൊരു സാധനം മാത്രമേ ഇങ്ങ് പഠിക്കാനുള്ളൂ, വേറെ പ്രോബ്ലംസ് ഒന്നുമില്ല. അപ്പോൾ ഡയറക്റ്റ് പ്രപ്പോർഷൻ നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ടത്, when one quantity increases then another quantity increases, that is called direct proportion. One quantity increases and another quantity decreases is called inverse proportion. It's called inverse proportion. അതാണ് അതിൻ്റെ ഒരു കേസ്. നിങ്ങൾക്ക് കാര്യമായിട്ട് പ്രോബ്ലംസ് ഒന്നുമില്ല, എഴുതി വെക്കുക. ഒബ്സർവ് ദി ഫോളോയിങ് ടേബിൾ. Observe the following tables and find if x and y are directly proportional, and find x and y are directly proportional. ഡയറക്റ്റ് പ്രപ്പോർഷണൽ ആണോ എന്ന് കണ്ടുപിടിക്കണം. അപ്പോൾ ഇവിടെ ഒരു ടേബിള് മാർക്ക് ചെയ്ത് വെക്കുക. ആ ടേബിളിൽ എക്സ് ആൻഡ് വൈ ആണ് നമുക്ക് തന്നിരിക്കുന്ന നമ്പേഴ്സ്. 20, 17, 14, 11, 8, 5, 2 ഇങ്ങനെയാണ് കാണിച്ചിരിക്കുന്നത് എക്സ് ക്വാണ്ടിറ്റീസ്. വൈ ക്വാണ്ടിറ്റീസ് 40, 34, 28, 22, 16, 10, 4 ഇങ്ങനെയാണ് കാണിച്ചിരിക്കുന്നത് അല്ലേ. നോക്കാം. എക്സ് ക്വാണ്ടിറ്റി ഡിക്രീസസ് ആൻഡ് വൈ ക്വാണ്ടിറ്റി ഡിക്രീസസ് തന്നെയാണ്. ശ്രദ്ധിച്ച് നോക്കുക. 20, 17, 14, 11, 8, 5, 2 ഡിക്രീസസ് ആണ്. വൈ ക്വാണ്ടിറ്റി 40, 34, 28, 22 ഡിക്രീസസ് ആണ്. പക്ഷേ നമുക്ക് എക്സ് ആൻഡ് വൈ ആർ ഡയറക്റ്റ് പ്രപ്പോർഷനിലാണോ ചെക്ക് ചെയ്യണമെങ്കിൽ എക്സ് ബൈ വൈ ഇസ് എ കോൺസ്റ്റൻ്റ് എന്ന് കിട്ടണം. എക്സ് ബൈ വൈ കോൺസ്റ്റൻ്റ് എന്ന് കിട്ടണം. നോക്കാം. എക്സ് ബൈ വൈ 20/40 that is 1/2 കോൺസ്റ്റൻ്റ് ആണ്. 17/34 that is 1/2 കോൺസ്റ്റൻ്റ് ആണ്. 14/28 that is 1/2 കോൺസ്റ്റൻ്റ് ആണ്. 11/22 that is 1/2 കോൺസ്റ്റൻ്റ് ആണ്. 8/16 that is 1/2 കോൺസ്റ്റൻ്റ് ആണ്. 5/10 that is 1/2 കോൺസ്റ്റൻ്റ്. എല്ലാം കോൺസ്റ്റൻ്റ് ആയിട്ട് സെയിം ആണ്. 2/4 is equal to 1/2. അടിയിൽ എഴുതി വെക്കുക. ദി ക്വാണ്ടിറ്റീസ് എക്സ് ബൈ വൈ is equal to a constant number 1/2. therefore the given table direct proportion, the given x and y are direct proportion. ഈ രണ്ട് ടേബിളിൽ എക്സും വൈ എങ്ങനെയാണ് പോകുന്നത്? ഡയറക്റ്റ് പ്രപ്പോർഷൻ. അപ്പോൾ ഇപ്പോൾ മനസ്സിലായല്ലോ. എക്സ് ഒരു ക്വാണ്ടിറ്റീസ് ആൻഡ് വൈ അനദർ ക്വാണ്ടിറ്റീസ്. എക്സ് ബൈ വൈ ഈസ് എ ഫിക്സഡ് നമ്പർ. എക്സ് ബൈ വൈ ഈസ് എ കോൺസ്റ്റൻറ്റ് നമ്പർ. ദാറ്റ് ഈസ് കോൾഡ് ഡയറക്റ്റ് പ്രപ്പോർഷൻ. അപ്പോൾ ഇവിടെ കോൺസ്റ്റൻ്റ് ആണ്. 1/2 ആണ് വരുന്നത്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ഡയറക്റ്റ് പ്രപ്പോർഷനിൽ നിന്ന് കിട്ടി. ഒരു ടേബിളും കൂടി നോക്കുക. എക്സ് കോമ വൈ ഡയറക്റ്റ് ആണോ ഇൻവേഴ്സ് ആണോ നല്ല ക്വസ്റ്റ്യൻ വരിക. ഡയറക്റ്റ് പ്രപ്പോർഷനിലാണോ എന്ന് ചെക്ക് ചെയ്യാൻ മാത്രമേ പറയുള്ളൂ. എക്സ് വൈ 5, 15, 8, 24, 12, 36, 15, 60. നോക്കാം. നമുക്കറിയാം എക്സ് ബൈ വൈ കണ്ടുപിടിക്കണം. എക്സ് ബൈ വൈ 5/15 1/3, 8/24 1/3, 12/36 1/3, 15/60 1/4. ഡയറക്റ്റ് പ്രപ്പോർഷനിലാണോ? അല്ല. നോട്ട് എ ഡയറക്റ്റ് പ്രപ്പോർഷൻ എന്ന് എഴുതിയാൽ മതി. ഇൻവേഴ്സ് എന്ന് പറയാനേ പാടില്ല. നോട്ട് എ ഡയറക്റ്റ് പ്രപ്പോർഷൻ. കാഴ്ചയിൽ നമുക്കിത് ഇൻക്രീസിങ് ആണ്. എക്സ് ക്വാണ്ടിറ്റി ഇൻക്രീസിങ് ദെൻ വൈ ക്വാണ്ടിറ്റി ഇൻക്രീസിങ് ആണ്. പക്ഷേ അവിടെ ഒരു കണ്ടീഷൻ കൂടി നമുക്ക് നോക്കണം. എക്സ് ബൈ വൈ ഇസ് എ കോൺസ്റ്റൻറ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യണം. ഇവിടെ ലാസ്റ്റത്തെ കൊണ്ടുപോയി തെറ്റിച്ചു. അപ്പോൾ എന്ത് പറയുന്നു? ഇറ്റ് ഈസ് നോട്ട് എ ഡയറക്റ്റ് പ്രപ്പോർഷൻ. ഇറ്റ് ഈസ് നോട്ട് എ ഡയറക്റ്റ് പ്രപ്പോർഷൻ. എല്ലാം ഡയറക്റ്റ് അല്ല.
ചിലത് ഡയറക്റ്റ് ആവും, ചിലത് ഡയറക്റ്റ് ആവില്ല. അടുത്തൊരു ടോപ്പിക്കിൽ ലാസ്റ്റ് അതിൻ്റെ ഇൻവേഴ്സിൻ്റെയും കൂടി ഒരു എക്സാമ്പിൾ ചെയ്തിട്ട് അവസാനിപ്പിക്കാം. ഒബ്സർവ് ദി ഫോളോയിങ് ടേബിൾസ് and find which pair of variables are in inverse proportion അപ്പോൾ നമ്മൾ ഇൻവേഴ്സ് പ്രൊപ്പോർഷൻ്റെ കേസ് പഠിച്ചു അല്ലേ. ക്വാണ്ടിറ്റീസ് എക്സ് ആൻഡ് വൈ എക്സ് ഇൻറ്റു വൈ ഇസ് ഈക്വൽ ടു കോൺസ്റ്റൻ്റ് ആണ് ഇൻവേഴ്സ് പ്രൊപ്പോർഷൻ. 50 എക്സ് ക്വാണ്ടിറ്റി 40 30 20 50 40 30 20 5 6 7 8 5 6 7 8 അല്ലേ. 5 6 7 8 ഇങ്ങനെയാണ് പോയിക്കൊണ്ടേയിരിക്കുന്നത്. ഇവിടെ നോക്കൂ, എക്സ് ക്വാണ്ടിറ്റി ഡിക്രീസസ് ആൻഡ് വൈ ക്വാണ്ടിറ്റി ഇൻക്രീസസ് ആ. ഇറ്റ് ഈസ് ഇൻവേഴ്സ് പ്രൊപ്പോർഷൻ എന്ന് പെട്ടെന്ന് അങ്ങ് പറയാൻ പറ്റുമോ? ഇല്ല. എക്സ് ഇൻറ്റു വൈ ഈക്വൽ ടു എ കോൺസ്റ്റൻറ്റ് നമ്പർ കണ്ടുപിടിക്കണം. എക്സ് ഇൻറ്റു വൈ 50 ഇൻറ്റു 5 250. എക്സ് ഇൻറ്റു വൈ അടുത്ത കേസിലോ 40 ഇൻറ്റു 6 240. ഇവിടെ തന്നെ സ്റ്റോപ്പായി അല്ലേ. അടിയിൽ നമുക്ക് എന്ത് എഴുതി വെക്കാം? എക്സ് ഇൻറ്റു വൈ ഈസ് നോട്ട് എ കോൺസ്റ്റൻറ്റ്, ദെർഫോർ എക്സ് ആൻഡ് വൈ ആർ നോട്ട് ഇൻ ഇൻവേഴ്സ് പ്രൊപ്പോർഷൻ. 50 ഇൻറ്റു 5 250 ആണ്, 40 ഇൻറ്റു 6 240 ആണ്. പിന്നെ അടുത്ത് ചെയ്ത് നോക്കേണ്ട ആവശ്യമില്ല. നോട്ട് എ ഡയറക്റ്റ് പ്രൊപ്പോർഷൻ, നോട്ട് ആൻ ഇൻവേഴ്സ് പ്രൊപ്പോർഷനിലല്ല. ഓക്കെ, അപ്പോൾ അത് ഡയറക്റ്റാന്ന് പറയാൻ പറ്റുമോ? ഇല്ല, ഇൻവേഴ്സ് അല്ല എന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ. അതാണ് ശ്രദ്ധിക്കേണ്ടത് കേട്ടോ. 2 ക്വാണ്ടിറ്റീസ് തന്നിട്ട് ഇൻവേഴ്സ് ആണോ ഡയറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യാം. അടുത്ത കേസ് ഇതേപോലെ തന്നെ എക്സ് ആൻഡ് വൈ ക്വാണ്ടിറ്റീസ് ടേബിൾ തന്നിരിക്കുന്നു. എക്സ് വൈ ക്വാണ്ടിറ്റീസ് തന്നിരിക്കുന്നു. ഇൻവേഴ്സ് ആണോ ചെക്ക് ചെയ്യണം. 100 200 300 400 100 200 300 400 60 30 20 15 വൈ ക്വാണ്ടിറ്റീസ്. അപ്പോൾ എന്താ പറയുക, എക്സ് ഇൻക്രീസസ് ആൻഡ് വൈ ഡിക്രീസസ് ആണ്. ഇറ്റ് ഇസ് എ ഇൻവേഴ്സ് പ്രൊപ്പോർഷൻ എന്ന് പറയാൻ പറ്റത്തില്ല. ഒന്ന് വെരിഫൈ കൂടി ചെയ്യണം. എക്സ് ഇൻറ്റു വൈ 100 ഇൻറ്റു 60 6000. ദെൻ 200 ഇൻറ്റു 30 6000. 300 ഇൻറ്റു 20 6000. 400 ഇൻറ്റു 15 6000. ഓക്കെ, എല്ലാം കറക്റ്റ് ആണല്ലോ. എക്സ് ഇൻറ്റു വൈ ഇസ് ഈക്വൽ ടു എ കോൺസ്റ്റൻറ്റ് നമ്പർ, therefore it is an inverse proportion. ഓക്കെ, അപ്പോൾ ഡയറക്റ്റ് എന്താണ്, ഇൻവേഴ്സ് എന്താണെന്ന് പഠിച്ചു. അപ്പോൾ ഇവിടെ ചെറിയ രണ്ട് ടോപ്പിക്കാണ്. കോൺസ്റ്റൻസി ഇൻ പ്രൊപ്പോർഷനാലിറ്റി, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പ്രൊപ്പോർഷൻ, ഡയറക്റ്റ് ആൻഡ് ഇൻവേഴ്സ് പ്രൊപ്പോർഷൻ. ദെൻ എക്സ് ആൻഡ് വൈ ആർ 2 ക്വാണ്ടിറ്റീസ്, ഇറ്റ് ഈസ് ഡയറക്റ്റ്. എക്സ് ബൈ വൈ ഇസ് എ കോൺസ്റ്റൻറ്റ്, ദാറ്റ് ഈസ് ഡയറക്റ്റ് പ്രൊപ്പോർഷൻ. എക്സ് ആൻഡ് വൈ ആർ 2 ക്വാണ്ടിറ്റീസ്, എക്സ് ഇൻറ്റു വൈ ഇസ് ഈക്വൽ ടു കോൺസ്റ്റൻറ്റ്, ദാറ്റ് ഈസ് കോൾഡ് ആൻ ഇൻവേഴ്സ് പ്രൊപ്പോർഷൻ. അങ്ങനെയാണ് ഡയറക്റ്റ് ആൻഡ് ഇൻവേഴ്സ്. അതിലെ 2-3 എക്സാമ്പിൾസും ചെയ്തു, പ്രാക്ടീസ് ചെയ്തു. അപ്പോൾ ഇത് മാത്രമേ നിങ്ങൾക്ക് ഈ ടോപ്പിക്കിൽ കാര്യമായിട്ടുള്ളൂ. ഫസ്റ്റ് നമ്മൾ റേഷ്യോസ് ആൻഡ് പ്രൊപ്പോർഷൻ പഠിച്ചു. സെക്കൻഡ് കോൺസ്റ്റൻസി ഓഫ് പ്രൊപ്പോർഷനാലിറ്റി. തേർഡ് വരുന്നത് ഡയറക്റ്റ് ആൻഡ് ഇൻവേഴ്സ് പ്രൊപ്പോർഷൻ. അപ്പോൾ എല്ലാവരും ചെയ്ത് പ്രാക്ടീസ് ചെയ്യുക, വർക്കൗട്ട് ചെയ്ത് സെറ്റാക്കി എടുക്കുക. ഓക്കെ, എല്ലാവർക്കും നന്ദി, നമസ്കാരം.